നല്ല സൂപ്പർ ഒരു വെജിറ്റബിൾ സ്റ്റൂ റെഡിയാക്കി എടുക്കാം. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിൽ ഏറ്റവും ആദ്യം 1/2 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. ചെറിയ ക്യൂബായിട്ട് അരിഞ്ഞ ഉരുളക്കിഴങ്ങ് 3 എണ്ണം മീഡിയം സൈസാണ്. 1 കപ്പ് ഗ്രീൻ പീസ് എടുക്കുന്നുണ്ട്. ഇത് നേരത്തെ വെന്തതാണ്, പ്രീ കുക്ക്ഡാണ്. 2 മീഡിയം സൈസ് സവോള, ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, കോളിഫ്ലവർ 1.5 കപ്പ്, 1/2 കപ്പ് ബീൻസ്, വെളുത്തുള്ളി 1 അല്ലി അരിഞ്ഞത്, മുളകും കരിവേപ്പിലയും ആവശ്യത്തിന്, 2 ക്യാരറ്റ് അരിഞ്ഞത്, 1 പിടി കശുവണ്ടി വെള്ളത്തിൽ സോക്ക് ചെയ്തതാണ്, 2 ചെറിയ തക്കാളി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ തേങ്ങാപ്പാൽ 2 കപ്പ്, അതുപോലെ 2ാം പാലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഗരം മസാല 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഇത് ആവശ്യത്തിന് നമുക്ക് ചേർക്കാവുന്നതാണ്. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, 2 ചെറിയുള്ളി എടുക്കുന്നുണ്ട്. ഇത് അവസാനം നമ്മൾ കടുകിൽ പൊട്ടിച്ചൊന്ന് ചേർക്കാനായിട്ടാണ്. അതുപോലെ ഉപ്പും ആവശ്യത്തിന് എണ്ണയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആദ്യം പാൻ ചൂടാകാൻ വെക്കുക. പാൻ ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് 1 പിടി സവോളയും വെളുത്തുള്ളിയും ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും കരിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഇഞ്ചിയും കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് ആ മീഡിയം ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കിന് നമുക്ക് ആദ്യം മല്ലിപ്പൊടിയും കുരുമുളക് പൊടി എരിവിന് പാകത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ പൊടികൾ ഇടുന്നതിന് ഇടയ്ക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, ഒരു 10-15 സെക്കൻഡ്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവോള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. സവോള നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം, അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് തക്കാളി എടുത്ത് വെച്ചിരിക്കുന്നതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ഇങ്ങോട്ട് ആഡ് ചെയ്യാം. 1 മിനിറ്റ് 1.5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബീൻസ് ആഡ് ചെയ്യാം. എടുത്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവറും ക്യാരറ്റും നമുക്ക് ആഡ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി നമ്മളിവിടെ 2ാം പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ആവശ്യത്തിന് വെള്ളവും ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് പെട്ടെന്നൊന്ന് വേവിച്ചെടുക്കാനായിട്ട് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. കുക്കറിൽ നമുക്ക് 1 വിസിൽ വന്നതിന് ശേഷം 5-6 മിനിറ്റ് സ്റ്റീം മുഴുവൻ പോകാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഗ്രീൻ പീസ് ആഡ് ചെയ്യാം. ഗ്രീൻ പീസ് പ്രീ കുക്ക്ഡ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. ഇത് പ്രീ കുക്ക്ഡ് അല്ല എങ്കിൽ നമുക്ക് നേരത്തെ കോളിഫ്ലവറും ക്യാരറ്റും ആഡ് ചെയ്തതിന് ശേഷം ഇത് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കശുവണ്ടി നമ്മളൊരു പേസ്റ്റ് ആക്കി ഈ ഒരു സ്റ്റൂവിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഈ വെജിറ്റബിൾ സ്റ്റൂവിന് ഇത് ഓപ്ഷണൽ ആണ്, ഇത് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇത് ആഡ് ചെയ്യുന്നത് കൊണ്ട് ഈ സ്റ്റൂവിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എണ്ണയൊന്ന് ചൂടാക്കി കടുകൊന്ന് പൊട്ടിച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും കരിവേപ്പിലയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഈ സ്റ്റൂവിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റൂ ഏകദേശം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് പാലപ്പോ അല്ലെങ്കിൽ ഇടിയപ്പോ ഉണ്ടെങ്കിൽ ഈ സ്റ്റൂവും കൂട്ടി കഴിച്ചാൽ അടിപൊളിയാണ്.